ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഷർട്ട് ബോക്സ് എങ്ങനെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു ഷർട്ട് ബോക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇന്നൊരു വർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ടീഷർട്ടും ഒരു ഡ്രസ്സ്, പിന്നെ ഫോട്ടോ ഹൂപ്പ് ഫ്രെയിമിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവർ കണ്ടു നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സൊന്ന് നല്ല രീതിക്ക് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ നല്ല ക്ലീനായിട്ട് നമ്മൾ ഒന്ന് മടക്കി കൊടുക്കാം. അതിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് ഒരു ഫോം ബോർഡിൻ്റെ ഒരു തലക്കിട്ടാണ്. അപ്പോൾ ഞാൻ ഫോം ബോർഡ് എടുത്തിട്ടുള്ളത് 4 mm ആണ്. അതിനിപ്പോൾ 150 രൂപ ഉള്ളൂ. ഇതാ സ്കെയിൽ ഉപയോഗിച്ചിട്ട് കറക്റ്റ് ഒരു 2 ഭാഗത്ത് വെക്കാനുള്ള ആ സ്പേസ് വിട്ടിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ആ ഭാഗത്തും ഈ ഭാഗത്തും ഫോം ബോർഡ് വെക്കാനുള്ള സ്പേസ് ഒന്ന് എക്സ്ട്രാ എടുത്തിട്ട് നമ്മളൊരു നല്ല സ്ക്വയർ വരച്ച് കൊടുക്കാം കേട്ടോ. ആ ഡ്രസ്സ് എടുത്ത് മാറ്റി നമ്മൾ ഇതാ കണ്ടോ, ഇതേപോലെ കൃത്യമായി നല്ല ഒരു സ്ക്വയർ വരച്ച് കൊടുക്കാം കേട്ടോ. ഫോം ബോർഡ് ഒന്ന് കട്ടാക്കി കൊടുക്കുക. 4 സൈഡിലും വെക്കാനുള്ള ഫോം ബോർഡും ഒന്ന് കട്ടാക്കിയിട്ട് കൊടുക്കുക. കട്ടാക്കുന്ന വീഡിയോ വിട്ടിട്ട് പോയി, സോറി. ടോട്ടൽ 5 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെയിം 2 ഭാഗത്തും ആദ്യം നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മാത്രമേ അടുത്ത ഭാഗം സ്റ്റിക്ക് ചെയ്യാൻ നോക്കട്ടോ. ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഒട്ടിക്കാൻ എല്ലാവർക്കും അറിയാം. ഫ്ലെക്സ് ക്വിക്ക് യൂസ് ചെയ്തിട്ട് 4 ഭാഗം ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ തന്നെ മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണല്ലോ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഡോർ പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ച ബോക്സ് ഒന്ന് ഇതേപോലെ നമ്മൾ എങ്ങനെയാണ് അടിവശ അളവെടുത്തത് അതേപോലെ അളവെടുക്കാം. ഒന്ന് അതേപോലെ സ്പേസ് കറക്റ്റായിട്ട് കട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്ത ശേഷം 2 കൂടി ഒന്നായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ രീതിയിലുള്ള ഇൻസുലേഷൻ ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഉൾ പോർഷൻ ഒട്ടിച്ച് കൊടുത്ത പോലെ തന്നെ ബാക്ക് പോർഷനും ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് അതേപോലെ തന്നെ ഒട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ബോക്സ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാറ്റേൺ പേപ്പർ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ പാറ്റേൺ പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് ട്രാൻസ്പെറൻറ്റ് ഡബിൾ ടേപ്പ് ആണ്. ഈ ഒരു പാറ്റേൺ പേപ്പർ ഞാൻ Pinterest ഡൗൺലോഡ് ചെയ്തിട്ട് A3 സെറ്റ് ആക്കിയിട്ട് പ്രിന്റ് എടുത്തിട്ടുള്ളത്.
ബാക്ക് എക്സ്ട്രാ വരുന്ന പാറ്റേൺ പേപ്പർ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ബോക്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന കമൻറ്റ് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം പറയാം. നിങ്ങളുടെ അഭിപ്രായ കാര്യങ്ങൾ കാണുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്. ഇനി കൂടുതൽ വീഡിയോസ് ഇടാൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.